السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وهو القاهر فوق عباده ويرسل عليكم حفظة حتى إذا جاء أحدكم الموت توفته رسلنا وهم لا يفرطون. ولدتك أمك يا ابن آدم باكيا والناس حولك يضحكون سرورا فاجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا. قدم لنفسك توبة مرجوة قبل الممات وقبل حبس الألسن. بادر بها غلق النفوس فإنها ذخر وغنم للمنيب المحسن. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് പറയാൻ വേണ്ടിയുള്ള ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ സ്വർഗീയാരാമം സജ്ജനങ്ങളുടെ കൂടെ പങ്കുവെക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളുടെ ജീവിത ലക്ഷ്യം പാരത്രിക ലോകത്ത് നേടേണ്ടുന്ന മോക്ഷമാണ്. അത് ഒരു വിശ്വാസിയുടെ മനസ്സ് ആഗ്രഹിക്കുന്ന കാര്യവുമാണ്. ബുദ്ധിയും യുക്തിയുമെല്ലാം തേടുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണാനന്തരം ഒരു ജീവിതം വേണമെന്നത്. ആ ജീവിതമില്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൽ ഒരർത്ഥവുമില്ല. ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. സത്യമാണ് പരലോകമെന്നും മിഥ്യയാണത് എന്ന് പറയുന്ന വാദം തീരെ യുക്തിയില്ലാത്ത ബുദ്ധിശൂന്യമായ വാദമാണെന്നും വിശുദ്ധ ഖുർആനിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളുടെയും വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആ സത്യമായ പരലോക ജീവിതത്തിലേക്കുള്ള മനുഷ്യന്റെ പുറപ്പാട് മരണത്തിലൂടെയാണ്. മനുഷ്യ ജീവിതം 3 ഘട്ടങ്ങളായി നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ഒന്ന്, ഈ ഭൂമിയിൽ
നാം എല്ലാവരും ജനിച്ചു വീഴുന്ന നാൾ തൊട്ട് അള്ളാഹു നിശ്ചയിച്ച അവധി പൂർത്തിയാക്കി നാം എല്ലാവരും മരിക്കുന്ന മരണ ദിവസം വരെയുള്ള കാലഘട്ടം. അതിനാണ് നമ്മൾ ഐഹിക ജീവിതം, ഈ ലോക ജീവിതം എന്നെല്ലാം പറയുന്നത്. രണ്ടാം ഘട്ടം മരണത്തോടുകൂടി ആരംഭിക്കുന്നതാണ്. മരണം നടന്നു കഴിഞ്ഞത് മുതൽ പിന്നീട് ഖബറിൽ അവനെ കൊണ്ടുപോയി വെച്ച് വീണ്ടും അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുവോളം മനുഷ്യർ താമസിക്കുന്ന അല്ലെങ്കിൽ അവൻ കഴിച്ചുകൂട്ടേണ്ടുന്ന പ്രത്യേകമായ ലോകമാണ് ബർസഖ് എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ഐഹിക ജീവിതത്തിന്റെയും പാരത്രിക ജീവിതത്തിനും ഇടക്കുള്ള ഒരു മറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബർസഖിയായ ജീവിതം. ആ ജീവിതം അവസാനിച്ചു കഴിഞ്ഞ് എല്ലാവരെയും അല്ലാഹു ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും പിന്നീട് മഹ്ശറിലെ വിചാരണയ്ക്ക് ശേഷം അനന്തമായ ജീവിതം, രക്ഷയാണെങ്കിൽ രക്ഷ, ശിക്ഷയാണെങ്കിൽ ശിക്ഷ, ആ നിലക്ക് നീളുന്ന അനന്തമായ ജീവിതം, അതാണ് പരലോക ജീവിതം എന്ന് പറയപ്പെടുന്ന മൂന്നാമത്തെ വിഭാഗം. ഈ പാരത്രിക ലോകത്തിലേക്കുള്ള മനുഷ്യന്റെ പുറപ്പാടാണ് മരണത്തിലൂടെ സംഭവിക്കുന്നത്. ഈ ലോകത്ത് എല്ലാ ആളുകളും മരിക്കാനുള്ളവരാണ്, നശിക്കാനുള്ളവരാണ് എന്നതിന് പ്രമാണങ്ങൾ നിരത്തി സമയം ദീർഘിപ്പിക്കേണ്ടുന്ന ആവശ്യം ഇല്ല. ഏതൊരു മനുഷ്യനാണെങ്കിലും മരണം എന്ന പ്രതിഭാസത്തിന്റെ മുമ്പിൽ തലകുനിക്കാതെ രക്ഷയില്ല. മരണത്തിൽ നിന്ന് മോചനം നേടാൻ സംവിധാനങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് ശാസ്ത്രലോകം തലപുകഞ്ഞാലോചിക്കുന്ന വിഡ്ഢിത്തരവും മഠയത്തരവുമൊക്കെ ലോകത്തിന്റെ ഏതോ കോണുകളിൽ ഇപ്പോഴും നടക്കുന്നു എന്നത് കൗതുകകരമാണ്. മാത്രമല്ല, ഇവിടെ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള ആത്മാക്കളെയെല്ലാം ഒരു ദിവസം നമുക്ക് വീണ്ടും അവരുടെ ബോഡിയിലേക്ക് സന്നിവേശിപ്പിക്കാനും പുനഃപ്രവേശനം നടത്താനും സാധിക്കുമെന്ന മൗഢ്യധാരണയാൽ മയ്യത്തുകളെ കേടുപാടുകൾ കൂടാതെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് സൂക്ഷിച്ചു വെക്കുകയും അങ്ങനെ ഒരു സംവിധാനം കിട്ടുന്ന ആദ്യവേളയിൽ അത് തനിക്ക് കിട്ടണം എന്നതിന്റെ പേരിൽ വലിയ വലിയ കോടിക്കണക്കിന് സംഖ്യകൾ വസിയ്യത്ത് പത്രത്തിൽ അതിനുവേണ്ടി നീക്കിവെച്ച വലിയ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകളും ലോകത്തുണ്ടത്രേ. ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യർക്ക് എല്ലാവർക്കും മോഹമുണ്ട്. മരിക്കാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പ്രായം വരാതിരുന്നെങ്കിൽ, ജരാനരകൾ ബാധിക്കാതിരുന്നെങ്കിൽ എന്ന് മോഹിക്കാത്ത മനുഷ്യന്മാരില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയുണ്ടായി, യഹ്റമു ഇബ്നു ആദം വതശിബ്ബു മിൻഹു ഇത്നതാനി അൽ ഹിർസു അലൽ മാലി വൽ ഹിർസു അലൽ ഉംരി. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? മനുഷ്യൻ വാർദ്ധക്യത്തിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടിരിക്കും. മനുഷ്യൻ വയോവൃദ്ധനായി കൊണ്ടിരിക്കും. ആണായാലും പെണ്ണായാലും നാൾക്ക് നാൾ അവന്റെ ശരീരം ശോഷിക്കുകയാണ്. അവന്റെ കണ്ണുകൾ കൊഴിഞ്ഞു പോവുകയാണ്. അവന്റെ ഓജസ്സും തേജസ്സുമെല്ലാം നഷ്ടമാവുകയാണ്. അവന്റെ ചുറുചുറുക്കും ചോരത്തിളപ്പുമെല്ലാം വിനഷ്ടമാവുകയാണ്. അങ്ങനെ അവൻ വാർദ്ധക്യത്തിന്റെ പടുകുഴിയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോഴും രണ്ട് കാര്യങ്ങൾ അവനിൽ യൗവനം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. വയസ്സെത്ര കൂടിയാൽ എന്താണ്? മനുഷ്യനിൽ രണ്ട് കാര്യങ്ങൾക്ക് എന്നും 16 രണ്ട് കാര്യങ്ങൾക്കെന്നും അവന്റെ മനസ്സിൽ വലിയ ആഗ്രഹമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്ന് അൽ ഹിർസു അലൽ മാലി, പണത്തോടുള്ള ആഗ്രഹത്തിന് പ്രായമാകാറില്ല. പണത്തോടുള്ള ആഗ്രഹത്തിന് എന്നും 16 തന്നെ. പണം ഉണ്ടാകണം എന്ന മോഹത്തിന് ഒരിക്കലും വയസ്സാകുന്നില്ല. വൽ ഹിർസു അലൽ ഉംരി, ആയുസ് കൂടുതൽ കിട്ടണേ, ഒരുപാട് കാലം ഇവിടെ ജീവിക്കണേ എന്ന് മോഹിക്കാത്ത ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല. അപ്പൊ പ്രായം എത്ര കൂടിയാലും
മനുഷ്യന് വാർദ്ധക്യം എത്ര തന്നെ വന്നാലും ഈ രണ്ട് മോഹത്തിന് അഥവാ ധനമോഹത്തിനും ജീവിതമോഹത്തിനും എന്നും വലിയ യൗവനം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നാൽ ആ മോഹം കൊണ്ട് കാര്യമുണ്ടോ? ആ മോഹം കൊണ്ട് നമുക്ക് വല്ല പ്രതീക്ഷയുമുണ്ടോ? ഇല്ലല്ലോ. ഈ ലോകത്ത് എപ്പോഴാണ് വിട പറയേണ്ടി വരിക എന്നറിയില്ലല്ലോ. ഏത് സന്ദർഭത്തിലും മരിക്കാനുള്ളവരാണ്. എല്ലാവരും മരിക്കാനുള്ളവരാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗതി. ഓരോ ആത്മാവും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ പലപ്പോഴും നമ്മൾ സമാധാനിക്കുകയാണ്. പ്രായത്തെ മാനദണ്ഡമാക്കിയിട്ട് നമ്മൾ സമാധാനിക്കാറുണ്ട്.